ഹലോ ഗായ്സ്, നമ്മളെ ചപ്പാത്തി മേക്കറിൻ്റെ പാർട്ട് 2 അഥവാ വലിയ പുള്ളി റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഗിയർ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഗിയറിൻ്റെ അതേ മെഷർമെൻ്റ് അല്ല എടുക്കുന്നത്, അതിലേറെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഒരു 20 സെൻറ്റിമീറ്റർ വ്യാസത്തിലാണ് നമ്മൾ വൃത്തം വരയ്ക്കുന്നത്. ഒരു ഡിവൈഡറിൽ നമ്മളൊരു ചെറിയൊരു ഫില്ലർ ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വൃത്തം വരച്ചെടുക്കുന്നത്. അതിനുശേഷം 62.02 ബെയറിംഗ് ആണ് നമ്മളിതിൻ്റെ സെൻറ്ററിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പുറം വട്ടം കൂടെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ആ ഒരു വൃത്തത്തിൻ്റെ സൈഡ് പോവാത്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡ്രില്ലെടുത്തിട്ട് വൃത്തത്തിൻ്റെ കറക്റ്റ് ആരോയിൽ ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഡ്രൈവ് വാൾ സ്ക്രൂ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ സ്ക്രൂ ചെയ്ത് കയറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ടറിൻ്റെ പ്ലേറ്റിൽ ബ്ലേഡുമ്മ തട്ടുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു വൃത്തത്തിൻ്റെ ആരോ അതിൽ മാർക്ക് ചെയ്തിട്ട് അതുമ്മ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടർ ഓണാക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കറക്റ്റ് വട്ടത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിപ്പോൾ വീഡിയോയിൽ കട്ടർ ഓണാക്കി പിടിച്ചിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവായി കുട്ടികൾ ആരും ഈ വീഡിയോ അനുകരിക്കരുത്. അതിനുശേഷം നമ്മളത് അഴിച്ചെടുത്തിട്ട് ഡ്രില്ലിലിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ ചെറിയ പുള്ളി എങ്ങനെയാണോ ഉണ്ടാക്കി അതേപോലെ തന്നെ നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു കൊത ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ബെൽറ്റ് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു കൊത ഇട്ട് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ സാൻഡർ കുറച്ച് ചെരിച്ച് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൊത ഒന്നും കൂടെ താഴ്ന്നുള്ളിലേക്ക് പോകട്ടോ. അങ്ങനെ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു പൊളച്ചിലുണ്ട്, ആ ഒരു പൊളച്ചിലും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഴയ പുള്ളി കണ്ടോ ഗൈസ്, അത് മാറ്റിയിട്ട് നമ്മൾ പുതിയ പുള്ളി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ കൊതട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ബെയറിങ് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ബെയറിങ്ങിൻ്റെ പുറംവട്ടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/4 ഇഞ്ച് ഉള്ളി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നമുക്ക് അത് കൊത്തിയെടുക്കാം. കൊത്തിയെടുക്കുന്ന സമയത്ത് എഡ്ജൊന്നും പൊട്ടാതെ വളരെ ശ്രദ്ധപൂർവ്വം നമുക്ക് ചെറുതായി ഇങ്ങനെ കൊത്തിയെടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ബെയറിങ്ങിൻ്റെ ആ ഒരു വീതിനേക്കാൾ കുറച്ച് കൂടുതൽ താഴ്ത്തിയിട്ടുണ്ട്, എങ്കിൽ മാത്രമേ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. 62.02 ബെയറിംഗ് ആണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബെയറിങ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് താഴ്ത്തി കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ വലിയ പുള്ളി അഥവാ ഗിയർ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.